വെൽക്കം ടു ലിറ്ററേച്ചർ ഫീഡ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്ററിലെ അപ്രിഷ്യേറ്റിംഗ് പോയട്രി പറഞ്ഞ സബ്ജക്റ്റിലുള്ള ജോൺ മിൽട്ടൻ്റെ വെൻ ഐ കൺസിഡർ ഹൗ മൈ ലൈഫ് ഈസ് സ്പെൻഡ് എന്ന് പറഞ്ഞ പോയാണ്. സോ നമുക്ക് ഓഥറിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ജോൺ മിൽട്ടൺ. ഹി വാസ് എ 17th century historian, journalist and poet born on December 9th, 1608 in London, England. ലണ്ടനിലെ ഡിസംബർ 9th 1608 ജനിച്ച ഒരു 17th century ഹിസ്റ്റോറിയനും ജേർണലിസ്റ്റും പോയിട്ടൊക്കെ ആയിരുന്നു ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന ആൾ. ഹി വാസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് റൈറ്റിംഗ് ഓഫ് പാരഡൈസ് ലോസ്റ്റ്. ആളുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫേമസ് നോട്ടബിൾ വർക്കായിരുന്നു പാരഡൈസ് ലോസ്റ്റ്. Milton first planned to become a priest. He studied at Cambridge University and afterwards decided to abandon his path to become a full-time writer and poet. Okay, ഇനി നമുക്ക് പോയത്തിലോട്ട് വരാം. When I consider how my life is spent is also known as Sonnet 19, and it is a poem that ponders over how life before his blindness set in was spent. When I consider how my life is spent എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയത്തിന് Sonnet 19 എന്നും പറയപ്പെടുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ പോയം ദാറ്റ് പോണ്ടേഴ്സ് ഓവർ. ഓക്കെ, ലൈഫിൽ ബ്ലൈൻഡ് ആവുന്നതിന് മുന്നേ ആളുടെ ലൈഫ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആൾ ഒരു നിമിഷം ഒന്ന് തിങ്ക് ചെയ്യുകയാണ്. ആക്ച്വലി ഇത് മിൽട്ടൻ്റെ ലൈഫിൽ ശരിക്കും നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. ആളുടെ ഒരു മിഡ് ഏജ്, ഐ മീൻ ആളൊരു 40 സംതിങ് ഒക്കെ ആയപ്പോഴേക്കും, ആൾ 44 years ഒക്കെ ആയപ്പോഴേക്കും ആൾ ബ്ലൈൻഡായി, ശരിക്കും ബ്ലൈൻഡായി. അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആൾ ബ്ലൈൻഡ് ആവണ ആ ടൈമിൽ ആൾക്ക് ആ കാഴ്ചശക്തി കുറയുന്ന സമയത്തുള്ള ആൾ എഴുതിയതാണിത്. കുറച്ച് ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ആൾ ശരിക്കും ബ്ലൈൻഡായി. ദിസ് സോണറ്റ് വാസ് പബ്ലിഷ്ഡ് അണ്ടർ ദ കളക്ഷൻ മിൽട്ടൺസ് 1673 പോയംസ്. മിൽട്ടൻ്റെ 1673 പോയംസ് എന്ന് പറഞ്ഞ കളക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു സോണറ്റാണ് ഇത്. ഓൾദോ മിൽട്ടൺ ഗേവ് ദ നമ്പർ 19, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ആസ് നമ്പർ 16 ഇൻ ദ ബുക്ക്. ഈ സോണറ്റിൻ്റെ ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്പർ 19 സോണറ്റായിട്ടാണ് പേര് കൊടുത്തിരിക്കണമെങ്കിലും ഇത് ബുക്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്പർ 16 ആയിട്ടാണ്. സോ ദ സോണറ്റ് ഇസ് ഇൻ ദ ടിപ്പിക്കൽ പെട്രാർക്കൻ ഫോം വിത്ത് റൈം സ്കീം ABBA CDE. ഇതൊരു പെട്രാർക്കൻ ഫോമിലാണ് ഈ സോണറ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABBA CDE എന്നുള്ളൊരു ഫോർമാറ്റിലാണ്. ഓക്കെ, ഇനി ഈ പോയത്തിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലോട്ട് വരാം. The speaker of the poem begins by considering how all of his life has been spent even before half of his life is over. സോ ആൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി തിങ്സ് അബൌട്ട് ഹിസ് ലൈഫ്. ആളുടെ അത്രയും കാലമുള്ള ആ ഒരു ലൈഫ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന്. ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈഫിനെ കേട്ടോ. ലൈറ്റ് എന്ന് പറയുന്ന ടേം റെഫർ ചെയ്യുന്നത് ലൈഫിനെ പറ്റിയിട്ടാണ്. കാരണം ഹാഫ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറയുന്നത് എഴുതിക്കുന്ന ഒരു 40 സംതിങ് ഏജിലാണ്. അതാണ് അയാളുടെ മിഡിൽ ഏജാണ്. അയാൾ ഹാഫ് ഓഫ് ഹിസ് ഏജ് ആയിട്ട്, അല്ലെങ്കിൽ ലൈഫിൽ ഹാഫും കടന്നുപോയി. ആ ഒരു 40 years, ആൾ 40 ആ ഒരു ഏജിലാണല്ലോ. അപ്പോൾ ആളുടെ പകുതി കാലം കടന്നുപോയി എന്നാണ് ആൾ പറയണത്. അതാണ് ആൾ ഹാഫ് ഓഫ് ഹിസ് ഏജ് ആയിട്ട് എടുക്കുന്നത്. 40 ആളുടെ മിഡിൽ ഏജ് ആണല്ലോ. സോ അത്രയും ആ ഒരു ബ്ലൈൻഡ്നെസ് വരുന്നതിന് മുന്നേ വരെ ആളെങ്ങനെയാണ് ആളുടെ എന്താ പറയുക ലൈഫ് സ്പെൻഡ് ചെയ്തത്. വിത്തൗട്ട് ലൈറ്റ് ഹി ഹാസ് ബീൻ ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് ബോത്ത് ഡാർക്ക് ആൻഡ് വൈഡ്. സോ ആൾക്ക് ലൈറ്റ് ഇല്ലാണ്ട് ആളുടെ എന്താ പറയുക വിഷൻ പോയല്ലോ എന്ന് വെച്ചാൽ ആളുടെ കാഴ്ചയ്ക്ക് നഷ്ടപ്പെട്ട കാരണം ആൾക്ക് ഫുള്ളൊരു ഡാർക്ക് വേൾഡ് ആൻഡ് വൈഡ് വേൾഡാണെന്ന് വെച്ചാൽ ഈ ഡാർക്ക് എന്നുള്ള ടേം 2 രീതിക്ക് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ 2 തരത്തിൽ മീനിങ് ഉണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫിക്കൽട്ടീസൊക്കെ ഉള്ളൊരു ലോകം, അല്ലെങ്കിൽ വേണമെങ്കിൽ ആളുടെ ബ്ലൈൻഡ്നെസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൾക്ക് കാഴ്ചശക്തി ഇല്ലല്ലോ. അപ്പോൾ ഒരു ഡാർക്കായിട്ട്, പിന്നെ വൈഡ് വേൾഡ് മീൻസ് വലിയ ലോകമാണല്ലോ, അതാണ് പറയുന്നത്. സോ വിതൗട്ട് ലൈറ്റ് ഹി ഹാസ് ബീൻ ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ എ വേൾഡ് ദാറ്റ് ഈസ് ബോത്ത് ഡാർക്ക് ആൻഡ് വൈഡ്. തേർഡ് ലൈനിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മിൽട്ടൺ ഹിയർ സ്പീക്സ് ഓഫ് ഹിസ് ടാലൻറ്റ്, ഹിസ് എബിലിറ്റി ടു റൈറ്റ്. പിന്നെ ആളുടെ ടാലൻറ്റിനെ പറ്റിയിട്ടാണ് പറയണത്. അത് മീൻസ് ആൾ എഴുതാനുള്ള ഒരു എബിലിറ്റീനാണ് ആളുടെ ടാലൻറ്റ് എന്നതിൽ പറയണം. സോ it is dead to hide his talents beneath his blindness. He cannot use it properly because of his blindness. ആളുടെ ടാലൻറ്റ് ഹൈഡ് ചെയ്യണതുകൊണ്ട് ആൾ ഉദ്ദേശിക്കുന്നത് മരണമാണ്. കാരണം അയാൾക്ക് ടാലൻ്റ് ഇല്ല, ഐ മീൻ ആളുടെ ഒരു റൈറ്റിംഗ് സ്കില്ല് കൊണ്ടല്ല ആൾ ജീവിക്കണത്. സോ അതിലും ഭേദം മരണമാണ് എന്നുള്ളൊരു മീനിങ്ങിലാണ്. കാരണം ഇയാൾക്ക് ബ്ലൈൻഡ്നെസ് ഉള്ള കാരണം അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ
സോ ഇതിൽ ടാലൻറ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്കില്ല് മാത്രമല്ല, ഇതിലൊരു ബിബ്ലിക്കൽ കണക്ഷനും കൂടി ഉണ്ട്. കാരണം ഒരു ബൈബിളിലുള്ള സ്റ്റോറി ആയിട്ടും കൂടി ഈ ടാലൻറ്റ് എന്ന് പറയുന്ന ടേം ലിങ്ക് ചെയ്യുന്നുണ്ട്. കാരണം ടാലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഉള്ള, ഐ മീൻ മണി അങ്ങനെ സംതിങ് ഒരു മീനിങ് വരുന്ന ഒരു വാക്കും കൂടിയാണ് ടാലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ. സോ ഒരു ബിബ്ലിക്കൽ കണക്ഷൻ ഉണ്ട്. ഒരു ബിബ്ലിക്കൽ സ്റ്റോറി ആയിട്ട് ഈ ടാലൻറ്റ് എന്ന് പറഞ്ഞ ടേം കണക്റ്റഡ് ആണ്. സോ ആ സ്റ്റോറി എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ബൈബിളിൽ മാത്യു 25 ദ പാരബിൾ ഓഫ് ടാലൻറ്റ്, അതിലൊരു ചെറിയൊരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. അതിലെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എ ലോർഡ് ഗീവ്സ് 3 ഓഫ് ഹിസ് സെർവൻറ്റ്സ് സം മണി ടാലൻറ്റ്സ്. ഓക്കെ, ഒരു ലോർഡ് അയാളുടെ 3 സെർവൻസിന് അങ്ങനെ ടാലൻറ്റ്സ് കൊടുക്കും. മണിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു ഹോൾഡ് ഓൺ ടു വേർ ഹി ലീവ്സ് ഫോർ എ ട്രിപ്പ്. എന്നിട്ട് അയാൾ ഒരു ട്രിപ്പ് അങ്ങനെ അയാൾ ഒരു യാത്രയ്ക്ക് പോകും. അപ്പോൾ അയാളുടെ ആദ്യത്തെ 2 സെർവൻസും ആ മണി വെച്ചിട്ട് ആ മണി യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ മണി ഉണ്ടാക്കും മാസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ 3rd സെർവൻറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മണി ജസ്റ്റ് ഒന്ന് കുഴിച്ചിടുകയുള്ളൂ. അയാളത് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യില്ല, അത് കുഴിച്ചിടും. വെൻ ദ ലോർഡ് റിട്ടേൺസ് ഹീ ഈസ് ഹാപ്പി വിത്ത് ദ ഫസ്റ്റ് 2 സെർവൻറ്റ്സ് ആൻഡ് ഗീവ്സ് ദം മോർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഈ ലോർഡ് തിരിച്ചു വരുമ്പോൾ അയാളുടെ ആദ്യത്തെ 2 സെർവൻസും തിരിച്ച് ആ പൈസ ഇരട്ടിയാക്കി അവർ ആ പൈസ വെച്ചിട്ട് വീണ്ടും പൈസ കുറേ ഉണ്ടാക്കി ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇയാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിനൊപ്പം തന്നെ അവർക്ക് വീണ്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കും. പക്ഷേ 3rd സെർവൻറ്റ് കാണിച്ചത് കാണുമ്പോൾ ഇയാൾക്ക് ഫ്യൂരിയസ് ആവും. ഇയാൾ എന്നിട്ട് ആ 3rd സെർവൻറ്റിനെ എക്സൈൽ ചെയ്യും, നാട് കടത്തും, ഇൻ ടു ഡാർക്ക്നെസ്, വിച്ച് ഈസ് ഈക്വലൻ ടു ഡെത്ത്. അത് ഈ ഡെത്തിന് ഈക്വലാണെന്നാണ് പറയണത്. അതാണ് ഈ സ്റ്റോറി. സോ ബാക്ക് ടു ദ പോയം. He asked himself whether God needs his work which needs light when he is denied the same. അപ്പോൾ അതിൽ പോയിട്ട് സ്വയം അയാളോട് തന്നെ ചോദിക്കുകയാണ്, എന്ത് വെദർ ഗോഡ് നീഡ്സ് ഹിസ് വർക്ക്, ആൾക്ക് എൻ്റെ ഇത് ഉണ്ടാവുമോ? കാരണം വിച്ച് നീഡ്സ് ലൈറ്റ്. ഇപ്പോൾ ആളുടെ ഒരു ഞാൻ പറഞ്ഞില്ല, ആളുടെ സ്കിൽ എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ്. സോ ഗോഡിന് ആളുടെ വർക്ക്സ് ഒന്നും ആവശ്യമില്ല, കാരണം അതിന് വേണ്ടി വെളിച്ചം ആവശ്യമാണ്. ആൻഡ് ഹീ ഈസ് ഡിനൈഡ് ദ സെയിം. പക്ഷേ ആൾക്ക് അവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് എന്താ? ആ ലൈറ്റാണ്, ആ ഒരു വിഷനാണ്. കാരണം ഗോഡാണ് നമുക്ക് കാഴ്ച തരുന്നതും തിരിച്ചെടുക്കുന്ന കോൺസെപ്റ്റാണ്. പക്ഷേ അപ്പോൾ ഈ വിഷൻ ഉണ്ടെങ്കിലാണല്ലോ ഇയാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇയാളുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ ഇയാളുടെ എബിലിറ്റി ടു റൈറ്റ് ആണല്ലോ. സോ അത് എഴുതണമെങ്കിൽ ഇയാൾക്ക് കാഴ്ചശക്തി വേണം. പക്ഷേ ഈ ഗോഡനെ അത് തിരിച്ചെടുത്തിരിക്കുകയാണ്. സോ ഗോഡിന് എൻ്റെ വർക്ക്സ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ലേ എന്നൊരു ചോദ്യമാണ് അയാൾ സ്വയം ചോദിക്കുന്നത്. ഹിസ് murmur ഓഫ് ക്വസ്റ്റ്യൻ ഇസ് പ്രിവെൻറ്റഡ് ബൈ പേഷ്യൻസ്. സോ ആളുടെ ഉള്ളിലുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ ഇത് കേട്ടിട്ട് ആൾക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. ഇതിൽ പേഷ്യൻസിനൊരു അവിടെ പേഴ്സോണിഫൈ ചെയ്തിരിക്കട്ടെ, ഒരു ഹ്യൂമൻ പോലെ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്. പേഷ്യൻസ് റിപ്ലൈസ് ദാറ്റ് ഗോഡ് ഡസൻ നീഡ് ഹിസ് വർക്ക് ഓർ ടാലൻറ്റ്സ്. ഇൻസ്റ്റെഡ് ഹുവർ ഈസ് പേഷ്യൻ്റ്ലി ആക്സെപ്റ്റിംഗ് ദ ഫേറ്റ് ഈസ് ഓൾസോ സെർവിങ് ഗോഡ്. സോ പേഷ്യൻസ് ഈ പോയിന്റിന് റിപ്ലൈ കൊടുക്കണം, എന്താ? ഗോഡിന് നിങ്ങളുടെ വർക്ക്സോ ടാലൻറ്റ്സോ ഒന്നും ആവശ്യമില്ല. പകരം ഒരാൾ സ്വന്തം ഫേറ്റ് ആക്സെപ്റ്റ് ചെയ്യണത്, അത്രയും പേഷ്യൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു തരത്തിൽ ഗോഡിനെ സെർവ് ചെയ്യണ പോലെയാണ്. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. അതാണ് അതിൽ പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഹുവർ ഈസ് പേഷ്യൻ്റ്ലി ആക്സെപ്റ്റിംഗ് ദ ഫേറ്റ് ഈസ് ഓൾസോ സെർവിങ് ഗോഡ്. അതും ഒരു തരത്തിൽ ഗോഡിനെ സെർവ് ചെയ്യണ പോലെയാണ്. ഗോഡ് ലവ്സ് ബെസ്റ്റ് ഹൂ ബെയർ ഹിസ് മൈൽഡ് യോക്ക്. ഗോഡ് കൊടുക്കണ പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ആൾ കുറേ നമ്മുടെ ലൈഫിൽ കുറേ ഇങ്ങനെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസും അതൊക്കെ നമുക്ക് തരും. സോ അതൊക്കെ ബെയർ ചെയ്യുക, അത്രയും സഹിച്ച് ക്ഷമിച്ച് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണവരെയാണ് ഗോഡ്, അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളവരാണ് ഗോഡ് ലവ് ചെയ്യുക, ഗോഡ് ആക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഹിയർ ദ വേർഡ് യോക്ക്. ഇതിൽ യോക്ക് എന്നുള്ളൊരു വാക്ക് എന്താ റെഫർ ചെയ്യണത്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പാടത്തൊക്കെ ഇപ്പോൾ ഈ പോത്തിനൊക്കെ ഇങ്ങനെ ഒരു അതിൻ്റെ രണ്ടെണ്ണത്തിന് കഴുത്തിൻ്റെ അവിടെ ആയിട്ടൊരു വുഡൻ പീസ് വെക്കും. എന്നിട്ട് അതിനങ്ങനെ അടിച്ച് ഇങ്ങനെ പാടത്തു കൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കില്ല, എന്ന് വെച്ചാൽ ആ ഫീൽഡിൽ കൂടെ ഒക്കെ ഓടിക്കും. സോ ഇറ്റ് ഈസ് എ വുഡൻ ഹാർനസ് ദാറ്റ് ഈസ് പ്ലേസ് അറൗണ്ട് ദ നെക്ക് ഓഫ് പ്ലവിങ് ആനിമൽസ് സോ ആസ് ടു ഡയറക്റ്റ് ദം അറൗണ്ട് ദ ഫീൽഡ്. ഓക്കെ, ഇവിടെ മെറ്റാഫറിക്കലി ഈ ഒരു ടേം യോക്ക് എന്ന് പറയുന്ന ടേം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് കുഡ് പ്രോബബ്ലി റെഫർ ടു ദോസ് ഹു ഗീവ് ഓവർ കൺട്രോൾ ഓഫ് ദെയർ ലൈഫ്സ് കംപ്ലീറ്റ്ലി ടു ഗോഡ്. ഗോഡിന് മൊത്തമായിട്ട് അവരുടെ ലൈഫാണ് കംപ്ലീറ്റ് ആയിട്ട് അത് സമർപ്പിക്കുകയും ആൻഡ് ആക്സെപ്റ്റ് കംപ്ലീറ്റ്ലി ദാറ്റ് ദെയർ ഫേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ഗോഡ്. പിന്നെ ഗോഡാണ് അവരുടെ വിധി തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു കാര്യം, ആ ഒരു തോട്ട്, ആ ഒരു മൈൻഡാണ് അവർക്ക്. സോ അത് അവർ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യണമുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
സോ ഇൻ ദ ഫൈനൽ ലൈൻസ്, പോയത്തിൻ്റെ ഫൈനൽ ലൈൻസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഷ്യൻസ് ഗോഡിനെ ഒരു കിങ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. കമ്പയർസ് ഗോഡ് ടു എ കിങ്, സെയിങ് ദാറ്റ് ഹി സ്റ്റേറ്റ് ഇസ് കിങ്ലി. ആൾക്കൊരു രാജാവിൻ്റെ ഒരു ഇമേജാണ് ഗോഡിന് കൊടുക്കുന്നത്. വിത്ത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ടു മൂവ് ആൻഡ് ട്രാവൽ ക്വിക്ക്ലി അറ്റ് ഹിസ് ബീറ്റിംഗ്. ആൾ പറയണ പോലെ ആൾക്ക് വേണ്ടി സഞ്ചരിക്കാനും അങ്ങനെ എന്ന് വെച്ചാൽ ഗോഡിന് സെർവ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ആളൊരു കിങ്ങിൻ്റെ ഒരു പൊസിഷനാണ് ഗോഡിന് കൊടുക്കുന്നത് ഇവിടെ. ദ പോം എൻഡ്സ് വിത്ത് എ നോട്ട് ഓഫ് കൺസലേഷൻ as the speaker calls attention to the fact that those who are unable to rush over land and ocean like Milton himself, who only stand and wait, can also serve God. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മിൽട്ടനെ പറഞ്ഞില്ലേ, ഇപ്പോൾ ആൾക്ക് വിഷനില്ല. അപ്പോൾ ആളുടെ കാഴ്ചശക്തി പോയി. അപ്പോൾ ആൾക്ക് ഇനി ഗോഡിനെ സെർവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അയാൾ സ്വയം ആശ്വസിപ്പിക്കുക. അങ്ങനെ ഇതുപോലെ വിധി കാരണം തഴയപ്പെട്ട ആളുകൾക്കും ഗോഡിനെ സെർവ് ചെയ്യാം. ഇതുപോലെ ഈ ഓഷ്യനും ലാൻഡൊക്കെ എന്ന് വെച്ചാൽ അതൊക്കെ കടന്ന് അങ്ങനെ റഷ് ഓവർ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കും ഗോഡിനെ സെർവ് ചെയ്യാം എന്നുള്ളൊരു ആൾ സ്വയം അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ആൻഡ് ദെയർ ഈസ് ഹോപ്പ് ഇൻ ദ എൻഡ്. അവസാനം ഒരു ഹോപ്പിലാണ് ഈ പോയ എൻഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഓൾ ഡാർക്ക്നെസ് പ്രിവെയിൽസ് ജസ്റ്റ് ബിഫോർ ദ ബ്രേക്കിംഗ് ഓഫ് ലൈറ്റ് അറ്റ് ഡോൺ, വിച്ച് മീൻസ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോൺ മീൻസ് രാവിലെ സൂര്യൻ ഉദിക്കുമല്ലോ, സുപ്രഭാതം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സൂര്യൻ ഉദിക്കണം മുന്നേ വരെ എന്തായാലും അവിടെ ഒരു ഡാർക്ക്നെസ് ആയിരിക്കും. അതിന് ശേഷമാണല്ലോ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴാണ് അവിടെ ഒരു ലൈറ്റ് വരുന്നത്. സോ ഈ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഈ ഒരു കഷ്ടത മാറി ഇപ്പോഴുള്ള ഒരു ടൈമൊക്കെ മാറി ഒരു നല്ല കാലം വരുന്നുള്ളൊരു ഹോപ്പ്ഫുള്ളായിട്ടൊരു എൻഡിങ്ങിലാണ് കവിത അവസാനിക്കുന്നത്. അതാണ് പറയുന്നത്, ഡാർക്ക്നെസ് പ്രിവെയിൽസ് ജസ്റ്റ് ബിഫോർ ദ ബ്രേക്കിംഗ് ഓഫ് ലൈറ്റ് ആണ്. ഒരു വെളിച്ചം വരുന്നതിന് മുന്നേ എന്തായാലും ഇരുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇരുട്ടിന് ശേഷം എന്തായാലും ഒരു വെളിച്ചം വരും, ഒരു നല്ല ടൈം വരും. ചിലപ്പോൾ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്ന കാര്യമൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. സോ ഒരു ഹോപ്പ്ഫുള്ളായിട്ടൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടൊരു എൻഡിങ്ങിലാണ് കവിത അവസാനിക്കുന്നത്.